അങ്ങനെ ജംഷഡ്പൂർ എഫ് സിയും സെമി ഫൈനലിന്റെ ആദ്യ ലെഗിൽ മോഹൻ ബഗാനെതിരെ 2-1 എന്ന് പറയുന്ന ഒരു സ്കോറിൽ വിജയിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജംഷഡ്പൂർ എഫ് സി ഈ ഒരു ISL വിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം. മറ്റൊന്നും കൊണ്ടല്ല, ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ പരിശീലകൻ കാരണമാണ്. കാരണം വളരെ ലിമിറ്റേഷൻസ് ഉള്ള ഒരു ടീമാണ്. ആ ടീമിനെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ ഒരു ഹോം മത്സരത്തിലാണ് 2-1 എന്ന് പറയുന്ന സ്കോറിൽ സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗിൽ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഷീൽഡ് വിന്നേഴ്സിനെതിരെ വിജയിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ നിന്ന് സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് അവരുടെ മുമ്പിലുണ്ട്. എങ്കിലും ഈ പറഞ്ഞ 2-1 എന്ന് പറയുന്ന ഒരു വിജയം മോഹൻ ബഗാനെ പോലൊരു ടീമിനെതിരെ നേടിയെടുക്കാൻ സാധിച്ചത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ ഏതാണ്ട് ആദ്യത്തെ 25 മിനിറ്റ്സിൽ ഇപ്പം പൊസഷൻ വൈസ് ഒക്കെ മോഹൻ ബഗാനാണ് മുന്നിൽ നിന്നതെങ്കിൽ കൂടി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോയിട്ട് ഒരു ഷോട്ട് പോലും ഉതിർക്കാനായിട്ട് മോഹൻ ബഗാന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കൗണ്ടർ സിറ്റുവേഷൻസിൽ അവർ ഒരു കൈൻഡ് ഓഫ് ലോ ബ്ലോക്ക് ആണ്, ഡിഫൻസ് വളരെ കോമ്പാക്റ്റ് ആക്കി വെച്ചിട്ട് അത് ആരാ കളിക്കുന്നത്, ഒന്ന് അശുതോഷ്, മറ്റേ സൈഡിൽ ഉബൈസ്, പ്രണോയ്, എസ് എല്ലാം ഫിസിക്കൽ പ്ലേയേഴ്സാണ്. ഒരു സ്പേസും ഇല്ല അവരുടെ പ്ലേയേഴ്സിന് ആ ഒരു മൊമെൻറ്റ്സിലൊന്നും അകത്തോട്ട് കിടക്കാൻ എന്നുള്ള രീതിയിൽ കോമ്പാക്റ്റ് ആക്കി വെക്കുന്നൊരു രീതിയാണ് നമ്മൾ കളിയുടെ ഒരു ആദ്യത്തെ ഒരു 30 മിനിറ്റ് വരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ജംഷഡ്പൂർ എഫ് സിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ ചില കൗണ്ടർ സിറ്റുവേഷൻസിലാണ് ഷോട്ട് വരുന്നതും അങ്ങനെ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്കൊക്കെ പോകുന്നൊരു സാധ്യതയൊക്കെ വന്നത്. പിന്നെ ആശിഷ് റായുടെ ഒരു ഇൻസിഡൻറ്റ് പലരും ഹാൻഡ് ബോൾ, എനിക്ക് തോന്നുന്നില്ല അതൊരു, കാരണം ചെസ്റ്റ് തട്ടിയിട്ടാണ് പിന്നീട് അതൊരു കൈകളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഹാൻഡ് ബോൾ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് ടിപ്പിക്കൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഒരു ഗോള് വരുന്നത്. ഉവൈസിൻ്റെ ഒരു ത്രോ ഇൻ സിറ്റുവേഷൻ വരുന്നു, അത് നീട്ടെറിയുന്നു. സാധാരണഗതിയിൽ സ്റ്റീഫൻ എസ് ആണ് ബോക്സിനകത്ത് നിന്ന് ഗോളാക്കാറുള്ളത്. പക്ഷേ ഇത്തവണ സ്റ്റീഫൻ എസ് തൻ്റെ കരിയറിലെ ആദ്യത്തെ ISL അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഹാവിയർ സിവേറിയോ ആണ്. ഹെഡ് ചെയ്ത് കൊടുത്ത് ഒരു ബാക്ക് ഹെഡർ കൊടുത്ത സാധനം സിവേറിയോ വീണ്ടും ഒരു ഹെഡറാക്കി. അങ്ങനെയാണ് ഒരു 1-0 എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നത്. പിന്നീട് മോഹൻ ബഗാൻ അവരുടെ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ സ്റ്റുവർട്ടിൻ്റെ ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ആണ് വന്നത്. അത് ആൽബർട്ടോ അടിച്ചത് ബാറിൽ ഇടിച്ചിട്ട് പിന്നീട് ആൽബിനോ സേവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു. പിന്നീടാണ് കുറച്ചും കൂടി പറഞ്ഞ ഷോട്ട്സ് എടുക്കുന്നൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പിന്നെ കമ്മിങ്സ് ആണ് അവരുടെ ഒരു 1-1 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കുന്നത്. അത് ഒരു കിഡിലൻ ഫ്രീക്ക് ഗോൾ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിൻ്റെ മുകളിലൂടെ പൊന്തി വന്ന് കൃത്യമായിട്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ 1-1 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നത്. പിന്നീട് ആണ് ആ ഒരു ജംഷഡ്പൂർ എഫ് സി ആ ഒരു ഗോൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് പിന്നീട് കുറച്ചും കൂടി ഒരു അറ്റാക്കും അല്ലെങ്കിൽ ഷോട്ട്സും ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മോഹൻ ബഗാന്റെ ഒരു ആധിപത്യം എന്നുള്ള ലെവലിൽ തന്നെ പറയാൻ പറ്റും. പൊസഷൻ കീപ്പ് ചെയ്യുന്നത് ആട്ടെ, അതിലിപ്പോൾ 75-25 എന്നൊക്കെ ലെവലിലാണ്. എന്നാൽ ഷോട്ട്സ് വരുന്ന കാര്യത്തിലാണെങ്കിലും എനിക്കൊന്നൊരു 10-25 മിനിറ്റ് ആ സെക്കൻഡ് ഹാഫിലെ ജംഷഡ്പൂർ എഫ് സി ഒരു ഷോട്ട് പോലും ഉതിർക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആണെങ്കിൽ മോഹൻ ബഗാന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതിൽ ഒരു കിഡിലൻ സേവ് ആൽബിനോ ഗോമസ് നടത്തിയിട്ടുണ്ട്. സ്റ്റുവർട്ടിൻ്റെ ഒരു ഷോട്ട്, അത് 1-on-1 പോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അത് ആൽബിനോയുടെ ഒരു ബ്രില്യൻ സേവ്. ആൽബിനോ ഓരോ മത്സരത്തിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താനാണ് ഈ സീസണിലെ ബെസ്റ്റ് കീപ്പർ എന്ന ലെവലിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. അതുപോലെ ഉബൈസ് നടത്തിയിട്ടുള്ളൊരു കിടിലൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ബാക്ക് ടു ബാക്ക് ആണ് ഈ ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു 1-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു മത്സരം അവസാനിക്കും എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു മൊമെൻറ്റിലാണ് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ഋത്തിക് ദാസ് കഴിഞ്ഞൊരു മത്സരത്തിലും അദ്ദേഹം ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഹാവി ഗോൾ അടിച്ച സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഒരു ഇൻസിഡൻ്റ് ആണ്. ലെഫ്റ്റിലൂടെ ഋത്തിക് ദാസ് വന്നു, ഒരു പാസ് കൊടുക്കുന്നു, ഒന്നാന്തരമായിട്ട് ഫിനിഷ് ചെയ്തു 90 മിനിറ്റിന് ശേഷം. അങ്ങനെയാണ് 2-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും മോഹൻ ബഗാനെതിരെ 2-1 എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കോറല്ല. പിന്നെ സെക്കൻഡ് ലെഗിലേക്ക് വരുന്നൊരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള അശുതോഷ് മേത്ത അവൈലബിൾ അല്ല. ഇപ്പം സ്റ്റീഫൻ എസ് അവസാന നിമിഷം യെല്ലോ കാർഡ് കിട്ടി അവൈലബിൾ അല്ലാത്ത സാഹചര്യമൊക്കെയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ച് തന്നെയാണ്. കാരണം ഡിഫൻസിൽ 2 പ്രധാന താരങ്ങളാണ്. ഡിഫൻസ് അവരുടെ ഒരു മെയിൻ കരുത്താണ്, പ്രത്യേകിച്ച് അവർ ലോ ബ്ലോക്ക് ഇട്ടൊക്കെ കളിക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഒരു കൺസേൺ ആയിട്ടും ചലഞ്ചായിട്ടും ഒക്കെ ഖാലിദ് ജമീലിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഈ ഒരു 2-1 വിജയിച്ചെങ്കിൽ കൂടി, പ്രത്യേകിച്ച് മോഹൻ ബഗാൻ പോലെ ഒരു സൈഡാണെന്നുള്ള കാര്യം ആലോചിക്കണം. അവരിനി കളിക്കാൻ പോകുന്ന ഹോമിലാണെന്നുള്ള കാര്യം ആലോചിക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസിലെ വീഡിയോ കാണിച്ചാൻ സനിയ.